മാറിക്ക്, ഇല്ലെങ്കിൽ മാറാനല്ല വന്നത്. നീ മാറിപ്പോയ്ക്കോ, അല്ലെങ്കിൽ മേലാൽ ഇവിടെ വരരുത്. യക്ഷി പോയി, എന്നേക്കുമായി ഇനി വരില്ല. സ്വാമി, കാളികളുടെയും യക്ഷികളുടെയും പേരിൽ ഇനി മിണ്ടാപ്രാണികളെ കുരുതി കൊടുക്കരുത്. ഒരു ജീവികളെയും കൊല്ലരുത്. ദൈവങ്ങൾ പൊറുക്കില്ല. സ്വാമി, നടരാജൻ എപ്പോ വന്നു? ഉച്ചയോടെ എത്തി സ്വാമി. ഒരു സംശയമുണ്ട്. യുക്തികൾ പറഞ്ഞ് സ്വന്തം നിലപാട് സ്ഥാപിക്കുന്നത് പാണ്ഡിത്യമാണോ? അക്കൂട്ടർ പാമരന്മാരാണ്. അതെന്താ സ്വാമി അങ്ങനെ? പലവിധ യുക്തികൾ പറയുന്നവർ യുക്തി കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കുന്നത് സത്യമാകണമെന്നില്ല. ചില വേദാന്ത സംശയങ്ങളുണ്ട് സ്വാമി. മുത്തുച്ചിപ്പി കണ്ടിട്ടുണ്ടോ? ഉണ്ട് സ്വാമി. മുത്തുച്ചിപ്പിയുടെ ഉള്ളിൽ മുത്തുണ്ടാവുന്നത് എങ്ങനെ? സ്വാതി നക്ഷത്രം ഉദിക്കുമ്പോ ചിപ്പിക്കുള്ളിൽ വീഴുന്ന ജലകണം മുത്തായി മാറുമെന്ന്. ഇത് എവിടെന്നറിഞ്ഞു? പഴമക്കാരിൽ നിന്ന്. നാമും അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇതേപ്പറ്റി പിന്നീട് എന്ത് ചിന്തിച്ചു? ആ ജീവിയുടെ ശരീരത്തിൽ മറ്റവയവങ്ങൾ ഉണ്ടാവുന്നത് പോലെ അതിന്റെ ഉള്ളിൽ ഒരു മുത്തുകൂടി ഉണ്ടാവുന്നു ചിന്തിച്ചാ പോരെ? നിനക്ക് വേദാന്തം മനസ്സിലാക്കണോ? വേണം സ്വാമി. നീ വെള്ളം കണ്ടിട്ടുണ്ടോ? പെരിയാറിൽ നിറയെ വെള്ളമല്ലേ സ്വാമി? വെള്ളത്തിൽ ഓളങ്ങൾ ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഓളം വെള്ളമല്ലേ? അതെ, വെള്ളം തന്നെ സ്വാമി. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഒന്നും അറിയാനില്ല. പച്ചവെള്ളം പോലെ മനസ്സിലായി സ്വാമി. വേദാന്തവും ഇത്രയേ ഉള്ളൂ. അറിയാൻ ശ്രമിച്ച അത് മതി. ആത്മീയ ആചാര്യന്റെ ശിഷ്യനായ കുമാരനാശാൻ വിവാഹം കഴിക്കുന്നു അല്ലേ? പലരും അത് വിശ്വസിച്ചില്ല. ആശാന്റെ മനസ്സു കണ്ട ഗുരുവിന് എല്ലാം അറിയായിരുന്നു. ചിന്നസ്വാമിയുടെ ഉള്ളിലെ പ്രണയചൂട്. ഗുരു എതിർത്തില്ലേ? ഗുരു എല്ലാ കാര്യത്തിലും വ്യത്യസ്തനായിരുന്നു. ആരുടെയും സ്വാതന്ത്ര്യത്തെ തടയില്ല. ആശാനും അങ്ങനെയായിരുന്നു. പാരതന്ത്ര്യം മാനികൾക്ക്
മൃതിയേക്കാൾ ഭയാനകം എന്ന് പാടിയ കവിയല്ലേ? ആശാന്റെ പിന്നീടുള്ള ജീവിത വഴിത്തിരിവുകൾ നാടകീയതയും യാദൃച്ഛികതകളും നിറഞ്ഞ ജീവിതമായിരുന്നു കുമാരനാശാന്റേത്. എതിർപ്പുകൾ പലതും വന്നു. പക്ഷേ ആശാൻ അവയെല്ലാം തരണം ചെയ്തു. ചിന്നസ്വാമിയിൽ നിന്ന് ഗൃഹസ്ഥാശ്രമിയിലേക്ക്. സ്വാമി, സ്വാമി, സ്വാമി. എന്താ കുമാര? വൈദ്യമഠത്തിൽ പോയിരുന്നു. സ്വാമി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അനുഗ്രഹിക്കണം. എന്താ കുമാര, മനസ്സിലും മുഖത്തും ഭാരക്കെട്ടാണല്ലോ. സീത അന്തർദാനം ചെയ്തിട്ടും സീത യാത്ര പറഞ്ഞു പോയിട്ടും പുതിയ പുതിയ ക്ലേശങ്ങൾ, ഉത്കണ്ഠകൾ. തീയുള്ള അടുപ്പിലല്ലേ പാചകം നടക്കൂ. കാവ്യരചനയെ അങ്ങനെയല്ലേ? കാവ്യരചന മാത്രമല്ല, ജീവിതരചനയും ക്ലേശമാകുന്നു സ്വാമി. വഴി തെറ്റുന്നു എന്ന് തോന്നുമ്പോ യാത്രാക്ഷീണം കൂടും. ഇരിക്ക. ഹൃദയം ഇങ്ങനെ മലർക്കെ തുറക്കാൻ സ്വാമി സന്നിധിയേ ഉള്ളൂ. ഒരു കാവ്യസമർപ്പണവുമായി വന്നത്. വരവ് കണ്ടപ്പോഴേ നാം ഊഹിച്ചു. പഴകിയ തിരുവല്ലി മാറ്റിയിടാം, പുഴയൊഴുകും വഴി വേറെയാക്കിയിടാം എന്ന് കുമാരൻ തന്നല്ലേ പാടിയത്? അതേ സ്വാമി, ലീലയിൽ. നായികയ്ക്ക് വേണ്ടി എഴുതിയത് അറം പറ്റിയ പോലെ. സാരമില്ല, സമർപ്പണം കേക്കട്ടെ. സമയർ വിഭിന്നഗതിഭിർനിഷേവിതം ക്ഷമയാന മത്സുകൃപയാ ച നിർഭരം ഗുരുപാദലക്ഷണമുപാസ്മഹോ സതാമുപലഭ്യ മാനവപുഷം മഹേശ്വരം. കുമാരന്റെ കാവ്യതന്ത്രം കൊള്ളാം. ആത്മകഥം കവിതയുടെ ചുമലിൽ വെച്ച് കെട്ടി. എന്താ കുമാരൻ ഉദ്ദേശിച്ചത്? ഈ നിശ്ചയത്തെ ശിഷ്യവാത്സല്യം കൊണ്ട് അനുവദിച്ചാലും ഗുരുഭക്തി കൊണ്ട് തല താഴ്ത്തി ഞാൻ ആദ്യമായി ചൊല്ലുന്ന പ്രാർത്ഥനയാണിത്. എന്താ, സന്യാശ്രമത്തിൽ നിന്ന് വിടുതൽ വേണം അല്ലേ? സമൃക്കായതിനെ ന്യസിക്കാനാണ് പ്രയാസം. വിടുതൽ ഒരു പ്രശ്നമേ അല്ല. പുറത്തു വരേണ്ട വാക്കുകൾ ഉള്ളിൽ ഖനീഭവിച്ച പോലെ. ചിന്നസ്വാമിയിൽ ഒരു ഗൃഹസ്ഥാശ്രമിയുടെ മുഖഛായ തോന്നിയിരുന്നു പലപ്പോഴും. അതിനുള്ള നേരമായോ കുമാര? അങ്ങനെയൊരു സന്ദേഹം സ്വാമിക്ക് എപ്പോഴാണ് തോന്നിയത്? സന്തതം മിഹിരാനാത്മശോഭയും സ്വന്തമാം മധു കൊതിച്ച വണ്ടിനും ചന്തമാർന്നരുളി നിൽക്കുമോ മലേ ഹന്തധന്യമിഹ നിന്റെ ജീവിതം. നളിനിയിൽ തന്നെ കുമാരന്റെ മനസ്സ് വായിച്ചു നാം. അതിലുണ്ടല്ലോ ഒരു നെടുവീർപ്പും വീർപ്പുമുട്ടലും. മധ്യാഹ്ന സൂര്യനൊപ്പം നടന്നിട്ടും ചില പ്രലോഭനങ്ങളുടെ ആസക്തികളുടെ നിഴൽ വിട്ടുമാറിയില്ല സ്വാമി. വെയിലേൽക്കുമ്പം മഞ്ഞുരുകും, ശർക്കര അലിഞ്ഞു പോവും. കവിഹൃദയമല്ലേ, പിന്നെ കാലഗതിയും മനോഗതിയും ആർക്ക് തടയാനാവും? സ്വാമി ഏൽപ്പിച്ച ചിലതൊക്കെ ചെയ്യാനായി പലതും ശേഷിക്കുന്നു. വെള്ളത്തിലിറങ്ങി നീന്തിയാലും കരയിൽ താറാവിന് പലതും ചെയ്യാനാവുമല്ലോ.
സ്വാമിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോഴാണ് ആശ്വാസമായത്. ഏതവിവേകവും സ്വാമി ക്ഷമിക്കുമെന്നറിയാം. എങ്കിലും ഭയമായിരുന്നു, പതർച്ചയായിരുന്നു. ആത്മീയ യാത്ര എന്നാൽ പാരതന്ത്രമല്ല കുമാര. അല്പദൂരം പറക്കാൻ വെമ്പുന്ന കിളിയെ കൂട്ടിൽ അടച്ചിടുന്നതും പാപമല്ലേ? സ്വാമി ഹൃദയം സൗരയൂഥം പോലെ. ആർക്കും കാണാനാവും അതിന്റെ വ്യാസം. അന്യർക്കു ഗുണം ചെയ്വതിനായുസ്സുവപുസ്സം ധന്യത്വമൊടുങ്ങാതാത്മ തപസ്സും ബലി ചെയ്വു സന്യാസികളില്ലിങ്ങനെ ഇല്ലില്ലമയെന്നോൾ വന്യാശ്രമമേലുന്നവരും ശ്രീ ഗുരുമൂർത്തേ. നടക്കട്ടെ. മംഗളം, സർവമംഗളം. കുട്ടിയെ വിളിച്ചോളൂ. അപ്പൊ പിന്നെ പുടവ കൊടുത്തോട്ടെ, പുടവ കൊടുത്തോട്ടെ, പുടവ കൊടുത്തോട്ടെ. അപ്പൊ ഇനി ഹാരിടട്ടെ, അപ്പൊ ഇനി ഹാരിടട്ടെ, അപ്പൊ ഇനി ഹാരിടട്ടെ. എപ്പോ എത്തി? എത്തിയതേ ഉള്ളൂ സ്വാമി. എന്തായാലും സ്വാമി കൂടെ കൊണ്ടുവരുന്ന കുമാരൻ ഇങ്ങനെ ചെയ്തല്ലോ. സംസ്കൃതം പഠിപ്പിച്ച ശിഷ്യയെ തന്നെ കല്യാണം കഴിക്കാന്ന് വെച്ചാൽ ഒരു വാക്ക് സ്വാമിയോട് പോലും. നമുക്ക് കുമാരൻ അനുഗ്രഹം തേടി ഒരു കമ്പി അടിച്ചിരുന്നു. സ്വാമി അതിന് അനുഗ്രഹം അത് അയച്ചിട്ട് വേണോന്ന് നാം ചോദിച്ചു. എല്ലാ ആൾക്കും നാണക്കേടുണ്ടാക്കി കുമാരൻ. ഇതിലെന്താ ഇത്ര നാണക്കേട്? കുമാര റൈറ്ററുടെ മകൾ ഭാനുമതി ആ വീട്ടിൽ എന്ത് സ്ഥാനമായിരുന്നു. നാട്ടിലും അങ്ങനെ തന്നെ. ഇന്നലെ വരെ അരി ആഹാരം, നാളെ മുതൽ ഗോതമ്പാഹാരം. അത്രയേ ഉള്ളൂ. ഭാനുമതിക്ക് 17 വയസ്സ്, കുമാരന് 45. എന്തെങ്കിലും ചേർച്ചയുണ്ടോ സ്വാമി? ഹൃദയ ചേർച്ചയുണ്ടാവും, അതുപോരെ. ഭാനുമതിയുടെ സഹോദരൻ സദാശിവനും മറ്റും ഈ ബന്ധം തീരെ രസിച്ചിട്ടില്ലെന്നാ കേൾക്കുന്നത്. നാവും ചെവിയും പ്രവർത്തിക്കുമെങ്കിൽ പലതും പറയും, കേൾക്കുകയും ചെയ്യും. ഒരു ആർഭാടവും ഇല്ലായിരുന്നു. കൈതമുക്കിൽ സ്വന്തം വീട്ടില. അടുക്കള തന്നെ അലമാരി. ശാരദാ ബുക്ക് ഡിപ്പോയും ഉണ്ട്.
നാം ശിവനെ പ്രതിഷ്ഠിച്ചു. ശിവശതകം ചൊല്ലി അനുഗമിച്ച കുമാരൻ അർദ്ധനാരീശ്വരനായി ഭാനുമതിയുടെ മുന്നിൽ. ഇത്രയും എതിർപ്പ് പ്രതീക്ഷിച്ചിരുന്നോ? എതിർപ്പുകൾ എന്നും കൂടെ ഉണ്ടായിരുന്നു, കൂടെ പിറപ്പുകളെ പോലെ. പോരാത്തതിന് ദുർവിധികളും. ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. കുട്ടിക്കാലത്ത് കളിത്തോഴിയായ പാർവതിയുടെ മരണം, പിന്നീട് സ്വാമി ബാംഗ്ലൂരിൽ ഡോക്ടർ പൽപുവിന്റെ വീട്ടിലാക്കി. അവിടെ നിന്ന് പഠിക്കുമ്പോഴും വന്ന ദുർവിധി. അതെന്തായിരുന്നു? മെയിൻ എടുത്ത തർക്കശാസ്ത്രം ഒന്നാമനായി പാസ്സാകുമെന്ന് കണ്ട് സവർണ വിദ്യാർത്ഥികൾ പരാതി നൽകി. അങ്ങനെ കോളേജിൽ നിന്ന് പിരിച്ചുവിട്ടു. സ്വാമിയെ കണ്ടില്ലായിരുന്നെങ്കിൽ കായ്ക്കരയിൽ ഒതുങ്ങേണ്ടിയിരുന്നൊരു ജന്മം. സത്യം പറഞ്ഞ കവിതയിലൂടെയാ ഞാൻ കണ്ടതും ആരാധിച്ചതും. ലോകം ഭാനുമതി പഴിച്ചെന്ന് വരാം. അപ്പൊ പശ്ചാത്താപം തോന്നില്ലേ? എന്തിന്? അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഹൃദയത്തോടെ ചേരുമ്പോഴാണ് ഏത് പുഷ്പവും പൂജാപുഷ്പം ആകുന്നതെന്ന്. ഞാനൊരു പൂജാപുഷ്പമായിരിക്കും. വലിയൊരു ദൗത്യമാണ് സ്വാമി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കേണ്ട കാര്യങ്ങൾ. ആ തിരക്കുകൾക്കിടയിൽ പ്രണയദൗത്യവുമായി. പ്രണയത്തിനായി കഴിയുമെങ്കിൽ 100 ആവർത്തി ചാകണമെന്ന് പാടിയ കവിയല്ലേ? അതിന് ദൈവം തന്ന ശിക്ഷയായിരിക്കും. ഇതൊരു ശിക്ഷയാണെങ്കിൽ ഹൃദയം നമിച്ച് ഏറ്റുവാങ്ങുന്നു. രക്ഷയാണെങ്കിൽ അതിനെയും മാനിക്കുന്നു. ഭാനുമതി, അയ്യോ വല്യേട്ടൻ. ആ, സദാശിവനോ? വാ, ഇരിക്ക്. ഇനി ഇരുത്തണമെന്നുണ്ടോ? നീ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. വേണ്ട. എല്ലാവർക്കും വലിയ പ്രതീക്ഷയായിരുന്നു. സാഹിത്യ ലോകത്തിനും ജനസമുദായത്തിനും ശാശ്വത സ്വത്തെന്ന് കരുതപ്പെട്ടിരുന്ന ആൾ. ഗൃഹസ്ഥാശ്രമ പ്രവേശം രണ്ടിന്റെ നേർക്കുള്ള അപരാധമായി. എന്റെ ജീവിതം എന്റെ വകയാണ്. മറ്റുള്ളവർക്ക് ഉപദ്രവകരമല്ലാത്ത വിധത്തിൽ എന്റെ ഉത്തമ താല്പര്യങ്ങളെ പരിരക്ഷിക്കാനും ഒരു പൂർണ്ണ ജീവിതം നയിക്കാനുമുള്ള അവകാശം എനിക്കുണ്ട്. അത് തടയുന്നത് ധർമ്മമോ നീതിയോ അല്ല. യൗവനം കീഴോട്ടിറങ്ങുന്ന ഈ പ്രായത്തിൽ എട്ടും പൊട്ടും തിരിയാത്ത എന്റെ ഉടപ്പറന്നോളെ പറഞ്ഞു വഞ്ചിച്ചു. ആരും ആരെയും വഞ്ചിച്ചിട്ടില്ല. പിന്നെ സ്നേഹത്തിന്റെ മാറ്റുരച്ചു നോക്കാൻ പൊന്നുരച്ചു നോക്കുന്നവർക്ക് കഴിയുകയുമില്ല. പിന്നെ ആരോഗ്യം. എന്റെ ശരീരമാകുന്ന ഈ കൂട്ടിൽ നിന്ന് ജീവന്റെ കിളി പറന്നു പോകുന്നതിനെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലുമാകില്ല നിങ്ങൾക്ക് പോലും. അനുഗ്രഹിച്ചില്ലെങ്കിലും അപമാനിക്കരുത്. സദാശിവ, ഒന്ന് കേൾക്കണം. ശ്രീനാരായണ ഗുരുസ്വാമി അനുഗ്രഹിച്ചരുളി ജീവിതമാണിത്. പ്രായത്തിലും ഭൗതിക സാഹചര്യത്തിലും പരിമിതികളുണ്ടാവാം. പക്ഷേ ഭാനുമതിക്ക് അതൊന്നും ഉണ്ടാവില്ല. ഇത് കുമാരൻ നൽകുന്ന വാക്കാണ്.